മനുഷ്യത്വമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അഭാവം മൂലമാണ് രാജ്യത്ത് പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയാത്തതെന്ന് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി. SYS സ്വാന്തനം ഭവന പദ്ധതിയുടെ ഭാഗമായി ICF ദമാം കമ്മിറ്റി പെരിങ്ങനത്ത് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. 60 കോടി ജനങ്ങൾക്ക് റേഷൻ സൗജന്യമായി നൽകുന്നു എന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നത്. അത്രയും ആളുകൾ ഇപ്പോഴും ഭിക്ഷയാചിക്കാൻ യോഗ്യരാണ് ഈ രാജ്യത്ത് എന്നാണ് ആ പ്രഖ്യാപനങ്ങളുടെ അർത്ഥം എന്നുകൂടെ നാം വായിക്കാം. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ആണ്. അതിനുള്ള കഴിവും ഈ രാജ്യത്തിനുണ്ട്. പക്ഷേ സമ്പന്നന്മാരിൽ നിന്ന് കൂടുതൽ സ്വീകരിച്ച് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്ന മെക്കാനിസം നടപ്പിലാക്കാൻ പറ്റിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരോ സാമ്പത്തിക വിദഗ്ധരോ ഇല്ലെന്നതാണ് നമ്മുടെ പരാജയം. അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് അത്തരം വിഷയങ്ങളിൽ താല്പര്യം ഇല്ല എന്നതുകൂടിയാണ്. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ രൂപം കൊള്ളുന്നത് തന്നെ. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ അടിസ്ഥാനപരമായ ഇത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് സമൂഹത്തിന് മേൽ കൂടിയുള്ള ഉത്തരവാദിത്വമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിർബന്ധ ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. SMA ജില്ലാ ജനറൽ സെക്രട്ടറി MK അബ്ദുൽ ഗഫൂർ, ICF ദുബായ് പ്രതിനിധി നവാസ് ഇടമുട്ടം, ICF ഖത്തർ പ്രതിനിധി ഹുസൈൻ വിളക്ക് പറമ്പ്, മിദ്ലാജ് മദ്ലകം, P മുഹമ്മദ് ഹാജി, മുഫ്തിക്കർ അഹമ്മദ്, അബ്ദുസലാം പൊന്മാനിക്കുടം, ഇസ്മായിൽ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു.